നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വാഷിംഗ്ടൺ സുന്ദർ പേരോർത്തു വെച്ചോ. എല്ലാ ഫോർമാറ്റിലേക്കുമായിട്ട് ടീം ഇന്ത്യക്ക് ലഭിച്ച അസറ്റാണ് അവൻ. പൊളിച്ചടുക്കിയ പ്രകടനം ഹോബാർട്ടില് ഇന്ത്യ ഓസ്ട്രേലിയയെ തീർത്തിരിക്കുന്നു. വാഷിംഗ്ടൺ സുന്ദർ 23 പന്തുകൾ 49 നോട്ട് ഔട്ട്. ഒപ്പം ജിതേഷ് ശർമ്മ 13 പന്തുകളിൽ നിന്ന് 22 നോട്ട് ഔട്ട്. രണ്ടുപേരും ചേർന്നുകൊണ്ട് പുറത്താകാതെ 25 പന്തുകളിൽ നിന്ന് 43 റൺസ് അടിച്ചെടുത്ത കൂട്ടുകെട്ടുണ്ടല്ലോ ടീം ഇന്ത്യയെ അനായാസം വിജയത്തിലേക്ക് കൊണ്ടുപോയി. മൂന്നാമത്തെ T20 മത്സരം ഇന്ത്യ വിജയിച്ചതോടെ ഈ സീരീസ് ഇപ്പോൾ 1-1 സമനിലയിലാണ്. അടുത്ത 2 മത്സരങ്ങൾ തീർച്ചയായിട്ടും തീ പറക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. എല്ലാവരും എടുത്തിട്ട് അലക്കി എന്ന് പറയണമെങ്കിലും വിക്കറ്റുകൾ വീണ് പ്രതിസന്ധിയിലാകുമോ എന്ന് ഭയന്ന ഘട്ടത്തിലാണ് വാഷിംഗ്ടൺ സുന്ദറിന്റെ ഈ ഒരു കിടിലൻ പ്രകടനം വരുന്നത്. ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് 186 റൺസാണ് അടിച്ചത്. 18.3 ഓവറുകളിൽ 9 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ടീം ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു. 5 വിക്കറ്റിന്റെ തകർപ്പൻ ജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഓസ്ട്രേലിയയുടെ ഇന്നിങ്സിന്റെ കാര്യം നമ്മൾ വിശദമായിട്ട് ഇന്നിങ്സ് ബ്രേക്കിന്റെ സമയത്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വിശദീകരിച്ച് നമ്മൾ പോകുന്നില്ല. അവർക്ക് വേണ്ടി ടിം ഡേവിഡും മാർക്കസ് സ്റ്റോയിനിസുമാണ് മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയത്. ടിം ഡേവിഡ് 38 പന്തിൽ നിന്ന് 8 4ഉം 5 6ഉം അടക്കം 74 റൺസ് അടിച്ചപ്പോൾ മാർക്കസ് സ്റ്റോയിനിസ് 39 പന്തിൽ നിന്ന് 8 4ഉം 2 6ഉം അടക്കം 64 റൺസ് അടിച്ചു. പിന്നെ ഷോട്ട് 15 പന്തിൽ നിന്ന് 26 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു. ഇന്ത്യക്ക് വേണ്ടി അർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 35 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ വരുൺ ചക്രവർത്തി 4 ഓവറിൽ 33 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തി. ഏതായാലും 186 റൺസ് ചേസ് ചെയ്യുമ്പോൾ മികച്ചൊരു തുടക്കം നമുക്ക് വേണമായിരുന്നു. വളരെ വേഗത്തിൽ തന്നെ സ്കോർ ചെയ്തു പോയി. ആദ്യം പക്ഷേ അഭിഷേക് ശർമ്മയാണ് പുറത്തായത്. അദ്ദേഹം വേഗത്തിൽ അടിച്ചിട്ടുണ്ട്. 16 പന്തിൽ 2 4ഉം 2 6ഉം അടക്കം അദ്ദേഹം 25 റൺസ് അടിച്ചു. സ്കൈ മിന്നും പ്രകടനമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു സോഫ്റ്റ് ഡിസ്മിസൽ എന്ന് പറയുന്ന പോലെയാണ് അദ്ദേഹം പോയത്. മാർക്കസ് സ്റ്റോയിനിസിന്റെ പന്തിൽ എല്ലിസി പിടിച്ച് പുറത്തായി. 11 പന്തിൽ നിന്ന് 1 4ഉം 2 6ഉം അടക്കം അദ്ദേഹം 24 റൺസാണ് അടിച്ചത്. ഗില്ല് അത്ര ഒരു മികവ് കാണിച്ചില്ല. 12 പന്തിൽ നിന്ന് 15 റൺസാണ് അദ്ദേഹം നേടിയത്. തിലക് വർമ്മ 26 പന്തിൽ നിന്ന് 29 റൺസ്, 1 4ഉം 1 6ഉം അദ്ദേഹത്തിന്റെ വക. അക്സർ പട്ടേൽ 12 പന്തിൽ നിന്ന് 17 റൺസും അടിച്ചു. അങ്ങനെ ഇന്ത്യൻ ഇന്നിങ്സ് 111-4 എന്ന നിലയിലേക്ക് എത്തുമ്പോഴൊക്കെ ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ആശങ്കക്കും വകയില്ല എന്ന വണ്ണമാണ് വാഷിംഗ്ടൺ സുന്ദർ പൊളിച്ചടുക്കിയത്. 23 പന്തുകൾ 3 4ഉം 4 6ഉം 213.04 സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 49 റൺസ് അടിച്ചു. ജിതേഷ് ശർമ്മ 13 പന്തിൽ നിന്ന് 3 4 സഹായത്തോടെ 23 റൺസുമായിട്ടും പുറത്താകാതെ നിന്നു. ഏതായാലും തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ടീം കോമ്പിനേഷനിൽ മാറ്റം വരുത്തി വളരെ ആധികാരികതയോടുകൂടി തന്നെ ടീം ഇന്ത്യ വിജയിച്ചു കയറുന്നു. ഇനി കാത്തിരിക്കാം അവസാനത്തെ 2 T20 പോരാട്ടങ്ങൾക്കായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.